ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓഡിബിൾ ആണെന്ന് വിചാരിക്കുകയാണ്. റിപ്ലൈ ഒന്നും വരുന്നില്ലല്ലോ. യെസ്. അപ്പൊ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് സ്ഥിരം എഴുതിയിടാൻ പറയാറുണ്ട്. അത് എന്നും ഉണ്ടാവണം കേട്ടോ. ഏകദേശം 34 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഒരു 24 മെസ്സേജുകൾ ഞാൻ കണ്ടുള്ളൂ. ആരെങ്കിലും ഇനി എഴുതിടാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേരിട്ടോളൂ. ഓക്കെ, യെസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ഏതാ നമ്മുടെ ടോപ്പിക്? ബയോളജി. ബയോളജിയാണ്. ബയോളജിയിലെ നമ്മൾ ഫസ്റ്റത്തെ ടോപ്പിക് ആയിട്ടുള്ള ബേസിക് അവയർനെസ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് PPT ഞാൻ ഓൾറെഡി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്.
അപ്പൊ അത് ഓപ്പൺ ആക്കി വെക്കാം. നിങ്ങൾക്ക് പറയണതിന്റെ ഒപ്പം വായിച്ചു പോകാൻ കംഫർട്ടബിൾ ആയിട്ട് വായിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊപ്പം വായിച്ചു പോകാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പതിയെ തുടങ്ങിയാലോ. നമ്മൾ ഇന്ന് പഠിക്കുന്ന നമ്മുടെ ടോപ്പിക്കാണ് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് വരുന്നത്. അപ്പൊ ഇതില് ബയോളജി എന്താണ്, ബയോളജിയുടെ ഫാദർ ആരാണ്, ഇങ്ങനെ ബേസിക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. പിന്നെ സസ്യങ്ങളിലെ നമ്മൾ കാണുന്ന കോശങ്ങൾ എങ്ങനെയാണ്, ജന്തുക്കളിലെ കോശങ്ങൾ എങ്ങനെയാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സിമിലാരിറ്റി എന്താണ്, പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് സെല്ലുകൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പഠിക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങളെ കുറിച്ച് പഠിക്കും. അങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോശങ്ങളെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ മൈക്ക് ടേൺ ഓൺ ചെയ്തിട്ട് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ജീവശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലാണ് ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത്. ഇനി ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്കാണ്. ഈ ലാമാർക്ക് എന്ന് പറയുന്ന ആളെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലാമാർക്ക് നമ്മള് എവല്യൂഷൻ പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന ഒരു പേരാണ് ലാമാർക്ക് കേട്ടോ. നമുക്ക് എവല്യൂഷൻ പഠിക്കാനുണ്ട്, അപ്പൊ നമുക്കത് ഒന്നുകൂടി ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടില്. ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്കാണ്. നമുക്കറിയാം, നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ 2 ടെക്സ്റ്റുകളാണ് നമുക്ക് ഉണ്ടാവാറ്. ഏതൊക്കെയാ? ബോട്ടണി ഉണ്ടാവാറുണ്ട്, സുവോളജി ഉണ്ടാവാറുണ്ട്. സുവോളജീനെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരാണ് ജന്തുശാസ്ത്രം. അതുപോലെ ബോട്ടണീനെ നമ്മൾ പറയുന്ന പേരാണ് സസ്യശാസ്ത്രം. ഈ പറഞ്ഞ ജന്തുശാസ്ത്രം, അതായത് സുവോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് നോക്കി പറഞ്ഞേ. സുവോളജിയുടെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, ബോട്ടണിയുടെ പിതാവ് ആരാണ്? ബോട്ടണിയുടെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ് ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കുറച്ചധികം പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? അരിസ്റ്റോട്ടിലാണ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. ഓക്കെ, ഈ ബയോളജി എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ച ആളാണ് ലാമാർക്ക്. ലാമാർക്കിനെ നമ്മൾ എവല്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് കോശങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, എല്ലാ ജീവികളും ഉണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാനപരമായ ഘടകമാണ് കോശം എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ സെൽ എന്ന് പറയും. ഈ സെൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലാറ്റിൻ പദമാണ്. ആ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ്? ചെറിയ മുറി എന്നാണ് സെൽ എന്ന വാക്കിന്റെ അർത്ഥം. നമ്മള് ജയിലിനെയൊക്കെ സെല്ലുകൾ എന്ന് പറയാറുണ്ട്. അത് ചെറിയ മുറികളാണ് അതിനുള്ളത്, അല്ലെ? അപ്പൊ അതുപോലെ സെൽ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ പദമാണ്. അതിന്റെ അർത്ഥം ചെറിയ മുറി എന്നാണ്. ഈ ജീവികളുടെ ഘടനാപരവും അതുപോലെ തന്നെ ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറയുന്നത്, സെൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തിന്റെ അടിസ്ഥാന ഘടകമാണ് കോശം? ജീവികളുടെ അടിസ്ഥാനപരവും ഘടനാപരവും അതുപോലെ തന്നെ ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകത്തിനെയാണ് നമ്മൾ കോശം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. ശരി, നമ്മൾ ഈ കോശങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് ഒരു പേരുണ്ടാവുമല്ലോ. ആ ശാസ്ത്രശാഖേനെ പറയുന്ന പേരാണ് സൈറ്റോളജി. സൈറ്റോളജി എന്ന് പറയുന്നത് കോശങ്ങളെ കുറിച്ച്, സെല്ലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഓക്കെ, കോശം കണ്ടുപിടിച്ചത് ആരാണ്? കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ഹുക്ക് ആണ് കോശം കണ്ടെത്തിയത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. അപ്പൊ സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. അദ്ദേഹമാണ് കോശം കണ്ടെത്തിയത്. റോബർട്ട് ഹുക്ക് മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടിയാണ് കോശങ്ങളെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത്. സോ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട്
ഹുക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ റോബർട്ട് ഹുക്ക് മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മൈക്രോഗ്രാഫിയ. ഈ മൈക്രോഗ്രാഫിയ എന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് കോശത്തിന്റെ ഘടന ഒരു ചിത്രം പോലെ വരച്ചു ചേർത്തത്. അപ്പൊ കോശത്തിന്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. അത് എഴുതിയ ആളാരാണ്? റോബർട്ട് ഹുക്കാണ്. നമ്മൾ എന്താ പറഞ്ഞത്? കോശം എന്താണെന്ന് പറഞ്ഞു. എല്ലാ ജീവികളുടെയും അടിസ്ഥാനപരമായ ജീവശാസ്ത്രപരമായ ഘടനാപരമായ അടിസ്ഥാന ഘടകത്തിനെയാണ് നമ്മൾ കോശം എന്ന് പറയണേന്ന് പറഞ്ഞു. ഇനി സെൽ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ കോശം എന്ന പേരുണ്ടാക്കിയെടുത്തത്. അതിന്റെ അർത്ഥം ചെറിയ മുറി എന്നാണ്. കോശത്തെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ പറഞ്ഞ പേരെന്താണ്? സൈറ്റോളജി എന്നാണ്. കോശം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. അതുകൊണ്ട് തന്നെ സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരിക്കും? റോബർട്ട് ഹുക്ക് ആയിരിക്കും. ഓക്കെ ആണോ? ഇനി മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഇദ്ദേഹം നിരീക്ഷിച്ചിട്ട് മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതൊരു ചിത്രം പോലെ വരച്ചു ചേർത്തു. അപ്പൊ കോശത്തിന്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകം ഏതാണ്? മൈക്രോഗ്രാഫിയ ആണ്. അത് എഴുതിയത് ആരാണ്? മൈക്രോഗ്രാഫി എഴുതിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സസ്യകോശത്തെ കുറിച്ചാണ്. സസ്യകോശം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ ഘടകമാണ് സസ്യകോശം. ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. നമുക്ക് ഇതിൽ പറയാനുള്ളത് ഈ സസ്യകോശത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് തന്നെയാണ്. അപ്പോ അത്യാവശ്യം നല്ലൊരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ PDF നല്ല കളർഫുൾ ആയിട്ട് തന്നിട്ടുണ്ടാവും. നോക്കാം നമുക്ക്. ഈ സസ്യകോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള പാളി ഏതാണെന്ന് ഒന്ന് നോക്കി പറഞ്ഞേ. സസ്യകോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള പാളി. ഇതിൽ കുറെ പേരുകളുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഏറ്റവും പുറമെയുള്ള പാളി ഏതാണ്? ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്? സെൽ വോൾ അല്ലെ? സെൽ വോൾ, അതായത് കോശഭിത്തി. കോശഭിത്തിയാണ് ഏറ്റവും പുറമെ കാണുന്നത്, കോശഭിത്തി. ഇനി അതിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ഇനി ഇവിടെ നോക്കിയാൽ കാണാം, ഈ കാണുന്ന ഭാഗമാണ് പ്ലാസ്മ മെംബ്രെയിൻ, അഥവാ മലയാളത്തിൽ നമ്മൾ അതിന് എന്ത് പറയും? പ്ലാസ്മ സ്തരം എന്ന് പറയും. ഓക്കെ, പ്ലാസ്മ സ്തരം. അപ്പോ രണ്ട് ലെയർ ഇവിടെ കാണാം. ഒന്ന് കോശഭിത്തി കാണാം, അതിൻ്റെ ഉള്ളില് പ്ലാസ്മ സ്തരം കാണാം. അതിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ കോശത്തിലുള്ള എല്ലാ കോശാംഗങ്ങളും അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്ക് ഈ വാക്കുകളുടെ ഒക്കെ മലയാളം ടേംസ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ഓക്കെ, ഇനി പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിൽ നമുക്ക് ലിക്വിഡ് ഫോമില് അല്ലെങ്കിൽ ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലൊക്കെ കാണപ്പെടുന്ന ഭാഗത്തിന് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയാറുണ്ട് അല്ലെ? സൈറ്റോപ്ലാസം. ഇനി അതിന്റെ ഉള്ളിൽ സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പല പല കോശാംഗങ്ങളെ കാണാം. ഇവിടെ പച്ച കളറിൽ കാണുന്നത് എന്തായിരിക്കും? ഹരിതകമായിരിക്കും അല്ലെ? ഹരിതകം, ക്ലോറോപ്ലാസ്റ്റ്. ഇനി ഇവിടെ വയലറ്റ് കളറിൽ കാണപ്പെടുന്ന ഈ ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനോട് ചേർന്ന് കാണുന്ന ഈ നമ്മള് വഴി കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞ് പണ്ടത്തെ ബാലരമയിലൊക്കെ നമ്മൾ വരയ്ക്കാറില്ലേ, കളിക്കുടുക്കയിലൊക്കെ? അതുപോലെ കാണപ്പെടുന്ന ഒരു വഴിയാണ് അത് ഈ കാണപ്പെടുന്ന ഭാഗം. ഇതിന് നമ്മൾ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയും. ഇനി ഇവിടെ ഒരു ഓറഞ്ചിന്റെ ഒക്കെ ആകൃതിയിൽ ഇരിക്കുന്ന ഉൾഭാഗം അങ്ങനെ മടങ്ങി മടങ്ങി കാണുന്ന ഈ ഒരു ഭാഗമാണ് മൈറ്റോകോൺട്രിയ. ഈ മലയാളത്തിൽ മൈറ്റോകോൺട്രിയ എന്ന് പറയും. അതിന് തൊട്ടടുത്ത് ബാഗ് തുറന്നു വെച്ചിരിക്കുന്ന പോലെ നിറച്ച് സഞ്ചികളായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡി എന്നതിന് പേരുണ്ട്. ഇനി ഇവിടെ ചെറിയ ഡോട്ട് ഡോട്ട് പോലെ കാണപ്പെടുന്ന ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈബോസോമുകൾ. റൈബോസോമുകൾ. ഇവിടെ ഏതെങ്കിലും പറയാതെ വിട്ടുപോയില്ല? യെസ്. ഇതിന്റെ നടുക്ക് ഇവിടെ ഇത്രയും സ്പേസ് കവർ ചെയ്യുന്ന ഒരു വലിയ വാക്വോൾ നമുക്ക് കാണാം. വാക്വോൾ. ഇതിന് നമ്മൾ മലയാളത്തിൽ ഫേനം എന്നൊക്കെയാണ് പറയുക. ഫേനം. ഇതിന്റെ ഓരോ ഭാഗത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക്
ഏകദേശം ഒരു ധാരണയായി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പിക്ചറിലേക്ക് കിടക്കാം, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അഡീഷണൽ സാധനത്തിന് നമ്മൾ നോക്കിയേ, പ്ലാസ്മോ ഡെസ്മേറ്റ. ഈ സെല്ലും തൊട്ടടുത്ത സെല്ലിന്റെയും സൈറ്റോപ്ലാസങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് പോലത്തെ സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്ലാസ്മോ ഡെസ്മേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്ലാസ്മോ ഡെസ്മേറ്റ എന്ന് പറയുന്നത് രണ്ട് സെല്ലുകളുടെ സൈറ്റോപ്ലാസങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷനിലേക്ക് അടുത്തത് കടക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഓരോ പാർട്സും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ സസ്യകോശത്തിൽ മാത്രമായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് കാണാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കി പറഞ്ഞ്, രണ്ടല്ല 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് കോശഭിത്തി. കോശഭിത്തി ആർക്ക് മാത്രമേ ഉള്ളൂ? സസ്യകോശത്തിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഇവിടെ നോക്കിയേ, ഹരിതകം അല്ലെങ്കിൽ ഹരിതകണം. അതും ആർക്ക് മാത്രമേ ഉള്ളൂ? സസ്യങ്ങളിലെ കോശങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കണ്ട വാക്വോൾ അഥവാ ഫേനം, ഇതും ആർക്ക് മാത്രമേ ഉള്ളൂ? സസ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം എഴുതാം? കോശഭിത്തി, ഹരിതകണം, ഫേനം. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? കോശഭിത്തി, പിന്നെ ഹരിതകണം, ഫേനം. ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞത്? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ സസ്യകോശം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. സസ്യകോശം കഴിഞ്ഞ പിന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്തായിരിക്കും? ജന്തുകോശങ്ങളെ കുറിച്ചാണ്, ആനിമൽ സെൽ. അപ്പൊ നമ്മൾ കണ്ട സസ്യകോശത്തിലെ ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കാണാം. നോക്കാം. സസ്യകോശത്തിൽ നമ്മൾ ഏറ്റവും പുറത്ത് എന്ത് കണ്ടിരുന്നു? കോശഭിത്തി കണ്ടിരുന്നു. ഇവിടെ കോശഭിത്തി ഇല്ല, പകരം എന്ത് മാത്രമേ ഉള്ളൂ? ഒരു പ്ലാസ്മ മെംബ്രെയിൻ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. കണ്ട, പ്ലാസ്മ മെംബ്രെയിൻ. ഈ പുറമേയുള്ള പാളിനെ പറയുന്ന പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഇനി നമ്മൾ തൊട്ട് മുമ്പ് ഉള്ളിൽ പറഞ്ഞതുപോലെ ഇതിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഈ ലിക്വിഡ് പോലെയുള്ള ഭാഗത്തിന് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞ പേരാണ് സൈറ്റോപ്ലാസം. ഇനി എന്താ ഉള്ളേ? ഈ കാണുന്ന നമ്മൾ അവിടെ ഓറഞ്ച് പോലെയുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞു, അതാണ് മൈറ്റോകോൺട്രിയ. അവിടെ വയലറ്റ് കളറായിരുന്നു, ഇവിടെ വന്നപ്പോൾ നീല കളറാണെന്നേ ഉള്ളൂ. ഇത് ന്യൂക്ലിയസ്. ഇതിനൊക്കെ മലയാളം ടേംസ് നമ്മൾ പറയൂ കേട്ടോ. ഇനി നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് അഡീഷണലി ഒരു പുതിയ സാധനങ്ങളുണ്ട് അല്ലെ. ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ കാണുന്ന ഈ ഒരു സ്ട്രക്ചറാണ് ലൈസോസോമുകൾ. ഇത് ഗോൾഗി അപ്പാരറ്റസ് ഇവിടെയുണ്ട്. നമ്മുടെ ന്യൂക്ലിയസിനോട് ചേർന്ന്, മർമ്മത്തിനോട് ചേർന്ന് എന്ത് കാണാം? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കാണാം. പിന്നെ ഇവിടെ ഒരു പുതിയ ആള് വന്നിട്ടുണ്ട്, സെൻട്രിയോളുകൾ. സെൻട്രിയോളുകൾ അത് നമുക്ക് പുതിയൊരാളുടെ പേരാണ് കേട്ടത്. അപ്പൊ നമ്മൾ സസ്യകോശത്തെ വെച്ച് നോക്കുമ്പോ ജന്തുകോശത്തിന് എന്ത് വ്യത്യാസം കണ്ടത്? അതില് സെൻട്രോസോം അല്ലെങ്കിൽ സെൻട്രിയോളുകൾ എന്ന് പറയുന്ന ഭാഗം കണ്ടു. പിന്നെ പുതിയതായിട്ട് കണ്ട ഭാഗം ഏതാണ്? ലൈസോസോം. ഈ 2 ഭാഗങ്ങളാണ് ജന്തുകോശങ്ങളിൽ പുതിയതായിട്ടുള്ളൂ. ബാക്കി 2 ഭാഗങ്ങളിലും, 2 സസ്യകോശത്തിലായാലും ജന്തുകോശത്തിലായാലും ബാക്കി എല്ലാ കോശാംഗങ്ങളും ഒരുപോലെയാണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? കോശഭിത്തി, ഹരിതകണം, ഫേനം. ഈ 3 കാര്യങ്ങളാണ് സസ്യകോശത്തിൽ മാത്രമായിട്ട് കാണാൻ കിട്ടുക. അതുപോലെ തന്നെ ജന്തുകോശത്തിൽ മാത്രമായിട്ട് കാണാൻ പറ്റുന്ന 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സെൻട്രോസോമും ലൈസോസോമും. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണെങ്കിൽ നമുക്ക് പതിയെ ഓരോ സെക്ഷനിലേക്കായിട്ട് കിടക്കാം, ഓരോ കോശാംഗങ്ങളിലേക്കായിട്ട് കിടക്കാം. ഓക്കെ, ക്ലിയർ ആണ്? ശരി, നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് കിടക്കാം. സ്പീഡ് കൂടുകയാണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഭാഗം കൂടി റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയാ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ മിനിമൈസ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് എനിക്കത് അത്ര വിസിബിൾ അല്ല. അതുകൊണ്ട് മൈക്ക് ഓൺ ആക്കി പറഞ്ഞോളൂ കേട്ടോ. ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്ത് പറയണം എന്നുണ്ടെങ്കിൽ.
ഇനി നമ്മള് ഇംഗ്ലീഷ് ടേംസും മലയാളം ടേംസും ഒരുപോലെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. മലയാളം മീഡിയംകാർക്കായാലും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഒപ്പം പറഞ്ഞു പോവാണ് കേട്ടോ. നോക്കാം. ഇനി മനുഷ്യ ശരീരത്തെ കുറിച്ച് ആദ്യമായിട്ട് എഴുതിയ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഡി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക. ഇത് എഴുതിയ ആളുടെ പേര് ചോദിക്കാറുണ്ട്. ആൻഡ്രിയാസ് വെസാലിസ് എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയത്. എഴുതിയ ആളുടെ പേരാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ജീവനുള്ള കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ്. ആന്റൺ വാൻ ല്യൂവൻഹോക്ക്. ഇനി സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ആളാണ് MJ സ്ക്ലീഡൻ. അതുപോലെ തന്നെ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ്. നോക്കിയപ്പോ ജീവനുള്ള കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ്. ജീവനുള്ള കോശം കേട്ടോ. അപ്പൊ റോബർട്ട് ഹുക്ക് നിരീക്ഷിച്ചത് എന്ത് കോശമായിരിക്കണം? ഡെഡ് സെൽ ആയിരിക്കണം. അപ്പൊ ജീവനുള്ള കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ്. ഇനി സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ സ്ക്ലീഡൻ ആണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ക്ലീഡൻ. അതുപോലെ തന്നെ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷ്വാൻ ആണ്. തിയോഡർ ഷ്വാൻ ആണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. ഈ രണ്ടുപേരുടെയും കണ്ടുപിടുത്തങ്ങൾ കൂട്ടിച്ചേർത്ത് കോശ സിദ്ധാന്തം, സെൽ തിയറി, കോശ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു തിയറി തന്നെ ആവിഷ്കരിച്ചു. ആ തിയറി ആവിഷ്കരിച്ച ആളുടെ പേരാണ് നോക്കിയേ, ജേക്കബ് സ്ക്ലീഡൻ, തിയോഡർ ഷ്വാൻ. ജേക്കബ് സ്ക്ലീഡൻ, തിയോഡർ ഷ്വാൻ. നമ്മൾ തൊട്ടു മുമ്പ് കണ്ട സ്ക്ലീഡനും ഷ്വാനും അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അതിൽ രണ്ട് കാര്യങ്ങളാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ട് താഴെ തന്നിട്ടുണ്ട് നോക്കിയേ. എല്ലാ ജീവശരീരവും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോശങ്ങൾ കൊണ്ടാണ്. എല്ലാ ജീവശരീരവും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോശങ്ങൾ കൊണ്ടാണ്. ജീവന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് ഏതാണ്? കോശമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് കോശ സിദ്ധാന്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ ഒരു തിയറിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തു. ഇതിലൊരു പുതിയ കാര്യം ആഡ് ചെയ്തു. എന്താണെന്ന് നോക്കിക്കോ. എല്ലാ കോശങ്ങളും മുൻപുണ്ടായിരുന്ന ജീവനുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയതായിട്ട് ഉണ്ടായി വരുന്നത്. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുള്ളൂ എന്നാണ് റുഡോൾഫ് വിർഷോ ഈ ഒരു തിയറിയിൽ ആഡ് ചെയ്തത്. അപ്പൊ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് സ്ക്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ്. എന്നാൽ ഇത് പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോയാണ്. സയന്റിസ്റ്റുകളുടെ പേരുകൾ ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ഇനി കോശ സിദ്ധാന്തം ഇത് ബാധകമല്ലാത്ത ജീവവിഭാഗങ്ങളാണ് വൈറസുകൾ. വൈറസുകളുടെ പ്രത്യേകത നമുക്കറിയാം. അവര് ഡെഡ് ആയ പോലെ എല്ലാ ആക്ടിവിറ്റീസും സ്റ്റോപ്പ് ചെയ്ത പോലെ ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സെൽ തിയറി ആർക്ക് ബാധകമായിരിക്കില്ല? വൈറസുകൾക്ക് ബാധകമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗം ഏതാണ്? വൈറസുകളാണ്. അവരുടെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഈ ഒരു തിയറി പറയാൻ പറ്റില്ല. ഇനി നമ്മൾ ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏകകോശ ജീവികൾ എന്ന് നമ്മൾ വിളിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരൊറ്റ കോശം കൊണ്ട് മാത്രമാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരുകളാണ് ഏകകോശ ജീവികൾ. ഏകകോശ ജീവികൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? ബാക്ടീരിയ ഉണ്ട്, പാരമീസിയ ഉണ്ട്, ഗ്ലീന ഉണ്ട്, അമീബ ഉണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഒറ്റൊരു സെല്ല് മാത്രം ഉള്ള ജീവികളെ പറയുന്ന പേരുകളാണ് ഏകകോശ ജീവികൾ. അപ്പൊ ശരീരത്തിൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കോശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ എന്ത് പേരിട്ട് വിളിക്കാം? ബഹുകോശ ജീവികൾ എന്ന് പറയാം. ബഹുകോശ ജീവികൾ. ഇപ്പൊ ഏകകോശ ജീവികളുണ്ട്, ബഹുകോശ ജീവികളുണ്ട്. മനുഷ്യരൊക്കെ ഏത് കോശ ജീവികളായിരിക്കും? ഏകകോശാണോ ബഹുകോശ ജീവികളാണോ മനുഷ്യനൊക്കെ ഉൾപ്പെടുന്നത്? നിങ്ങൾ മെസ്സേജ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ തന്നേ. മനുഷ്യൻ ഉൾപ്പെടുന്നത് ഏകകോശ ജീവി വിഭാഗത്തിലാണോ അതോ? റിപ്ലൈ ഒന്നും കാണാനില്ല.
ഹലോ, എല്ലാവരും ഇല്ലേ? അർച്ചനയുടെ റിപ്ലൈ വന്നിട്ടുണ്ട്, ബഹുകോശജീവി. വേറെ ആർക്കും ഉത്തരവൊന്നും പറയാനില്ല? വന്നു തുടങ്ങിയിട്ടുണ്ട്. മരിയ, മീനു, ബഹുകോശജീവി വിഭാഗത്തിലാണ് മനുഷ്യരൊക്കെ പെടുന്നത്. അപ്പൊ ഇനി പ്ലാന്റ്സ് ഉൾപ്പെടുന്നത് ഏത് വിഭാഗത്തിലായിരിക്കും? പ്ലാന്റ്സ്, സസ്യങ്ങൾ ഉൾപ്പെടുന്നത് അതും ബഹുകോശം. അതും ബഹുകോശ വിഭാഗത്തിലാണ്. ഏകകോശമല്ല, ബഹുകോശ വിഭാഗത്തിൽ തന്നെയാണ് സസ്യങ്ങൾ ഉൾപ്പെടുന്നത്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കിക്കോ. സസ്യങ്ങളും ജന്തുക്കളും ഉൾപ്പെടുന്നത് ബഹുകോശ ജീവി വിഭാഗത്തിലാണ്. ഇനി നമ്മൾ മനുഷ്യരുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 200ഓളം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 200 കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ, കുറവ് എന്തായാലും വരില്ല. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു പ്ലാന്റുകളിൽ അല്ലെങ്കിൽ സസ്യങ്ങളിൽ കാണപ്പെടുന്ന കോശഭിത്തി അത് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം കൊണ്ടാണ്. സെല്ലുലോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സെല്ലുലോസ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് സെല്ലുലോസ്. സെല്ലുലോസ് പ്ലാന്റ് ഗ്ലൂക്കോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പദാർത്ഥമാണ് സെല്ലുലോസ്. ഈ ഒരു പദാർത്ഥം ഉപയോഗിച്ചിട്ടാണ് നമ്മള് ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കിയില്ലേ, കോട്ടൺ തുണികൾ, അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ സെല്ലുലോസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ പ്ലാന്റ് സെല്ലിന്റെ തന്നെ ഭാഗമായിട്ടുള്ള സെല്ലുലോസ് ആണ് ഇതിങ്ങനെയൊക്കെ ആയിട്ട് കൺവേർട്ട് ആയി പെടുന്നത് കേട്ടോ. അപ്പൊ സെല്ലുലോസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വസ്തു തന്നെയാണ്. അത് കുറച്ചധികം കാലം സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കാനൊക്കെ പ്ലാന്റ് സെല്ലുകളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന 2 മൂലകങ്ങളാണ് കാൽഷ്യവും മെഗ്നീഷ്യവും. ഇനി കോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തിനെ പറയുന്ന പേരാണ് കോശസ്തരം, സെൽ മെംബ്രെയിൻ. ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം, സെൽ മെംബ്രെയിൻ. നമുക്കറിയാം ഒരു കോശത്തിനകത്തേക്ക് പദാർത്ഥങ്ങൾ കിടക്കണമല്ലോ. ഇപ്പൊ വെള്ളമാണെങ്കിൽ വെള്ളം, ന്യൂട്രിയൻസ് ആണെങ്കിൽ ന്യൂട്രിയൻസ്, അത് കോശത്തിനകത്തേക്ക് കിടക്കണം. എങ്കിൽ മാത്രമാണ് അതിന് ആവശ്യത്തിനുള്ള എനർജി, ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത വേസ്റ്റുകളെയും സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? പുറത്തേക്കും കളയണല്ലോ. ഇതുപോലെ പദാർത്ഥങ്ങളെ കോശത്തിനകത്തേക്കും അതുപോലെ തന്നെ കോശത്തിന് പുറത്തേക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനായിട്ട് സഹായിക്കുന്ന കോശത്തിന്റെ ഭാഗമാണ് നമ്മളിപ്പോ പറഞ്ഞ സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം. അപ്പൊ സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം എന്താണ് ചെയ്യുന്നത്? പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നതാണ് ആരുടെ പണി? കോശസ്തരത്തിന്റെ പണി. ഇനി കോശസ്തരം ഉണ്ടാക്കിയിരിക്കുന്നത് 2 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഏതൊക്കെയാണ്? ലിപ്പിഡും പ്രോട്ടീനും. ഈ 2 വസ്തുക്കൾ കൂടി ചേർന്നാണ് കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോശസ്തരം എങ്ങനെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് പല തിയറീസ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറിയാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഈ മോഡല് അവതരിപ്പിച്ച ശാസ്ത്രജ്ഞന്റെ പേര് നോക്കിയേ, സിംഗറും നിക്കോൾസനും. ഇവർ 2 പേരും ചേർന്നാണ് കോശസ്തരത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ പറഞ്ഞു ലിപ്പിഡും പ്രോട്ടീനും കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? കോശസ്തരം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ തിയറിയാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അത് അവതരിപ്പിച്ച 2 ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളാണ് സിംഗറും നിക്കോൾസനും. ഓക്കെ, നമ്മൾ ഇന്ന് കുറെ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം കൂടി വരുമ്പോ കൺഫ്യൂഷൻ ആവോ? ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത് പറഞ്ഞോട്ടെ. ഇനി കോശസ്തരത്തിനുള്ളില് ആ ഒരു സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളെയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കോശാംഗങ്ങൾ വരാം, നമ്മൾ കണ്ട സൈറ്റോപ്ലാസം വരാം, ന്യൂക്ലിയസ് വരാം, അങ്ങനെ എല്ലാത്തിനെയും കൂടി ചേർന്ന് നമ്മൾ പറയുന്ന പേരാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. അപ്പോ സൈറ്റോപ്ലാസവും അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളെയും എല്ലാ കോശാംഗങ്ങളെയും ഒന്നിച്ച് നമ്മൾ പറയുന്ന പേരാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ഈ ജീവന്റെ അടിസ്ഥാന കണിക എന്ന് അറിയപ്പെടുന്നത് ജീവദ്രവ്യമാണ്. അപ്പൊ സെല്ല് എന്ന് പറയുന്നത് വളരെ ഡിഫൈൻഡ് ആയിട്ട് ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജീവദ്രവ്യം കാണാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവദ്രവ്യത്തിനെ ജീവന്റെ അടിസ്ഥാന കണിക എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, TH ഹക്സ്ലി ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്.
നമ്മൾ എവല്യൂഷൻ പഠിക്കുമ്പോൾ കെമിക്കൽ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അവിടെ കെമിക്കൽ തിയറി ഓഫ് എവല്യൂഷൻ കൊണ്ടുവന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് TH ഹക്സ്ലി. അദ്ദേഹമാണ് പറയുന്നത് പ്രോട്ടോപ്ലാസം എന്തിന്റെ അടിസ്ഥാന കണികയാണ്? ജീവന്റെ അടിസ്ഥാന കണികയാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവൻ ഉണ്ടാവാനായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഫോം ഉണ്ടായത് ഈ ഒരു പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ ജീവന്റെ അടിസ്ഥാന കണിക എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി പ്രോട്ടോപ്ലാസം എന്ന പദം ഉണ്ടാക്കിയത് ആരാണ്? JE പർക്കിൻജിയാണ് ആ ഒരു പദം കൊണ്ടുവന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു പദം കൊണ്ടുവന്നത് ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ആരായിരുന്നു? ബയോളജി എന്ന പദം കൊണ്ടുവന്നത് ആരാണ്? ചാറ്റ് ബോക്സിൽ മെസ്സേജ് വരുന്നുണ്ടല്ലോ അല്ലെ? ലാമാർക്കാണ് ബയോളജി എന്ന പദം കൊണ്ടുവന്നത്. അതുപോലെ പ്രോട്ടോപ്ലാസം എന്ന പദം ആദ്യമായിട്ട് രൂപീകരിച്ചത് ആരാണ്? JE പർക്കിൻജിയാണ്. ഇനി നമ്മൾ പറഞ്ഞു പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യത്തില് അതിനുള്ളിൽ സൈറ്റോപ്ലാസം ഉൾപ്പെടുന്നുണ്ട്, കോശാംഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉൾപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു ഇല്ലേ? ഈ ജീവദ്രവ്യത്തില് മർമ്മം ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗത്തിനെയും കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. അപ്പൊ ജീവദ്രവ്യത്തിനുള്ളിൽ, അതായത് പ്രോട്ടോപ്ലാസത്തിന്റെ ഉള്ളില് മർമ്മം അഥവാ ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗത്തിനെ നമ്മൾ പറയുന്ന പേരാണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. അപ്പൊ മർമ്മം എന്നുള്ളത് എന്താണെന്ന് അറിയാത്തവർ വേണമെങ്കിൽ അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. മർമ്മം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, മർമ്മം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അപ്പൊ ന്യൂക്ലിയസ് ഒഴിച്ച് ജീവദ്രവ്യത്തിൽ, അതായത് പ്രോട്ടോപ്ലാസത്തിൽ കാണപ്പെടുന്ന ബാക്കി എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. ഇനി നമുക്ക് ആദ്യം മർമ്മം അഥവാ ന്യൂക്ലിയസിന്റെ ഒരു സ്ട്രക്ചർ പഠിക്കാം. നോക്കിയേ, ഇവിടെ ന്യൂക്ലിയസിന്റെ സെന്ററിൽ ഒരു റൗണ്ട് പോലത്തെ ഒരു ഷേപ്പ് കാണാം അല്ലെ? ഈ റൗണ്ട് ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോലസ്. ഇംഗ്ലീഷിൽ ന്യൂക്ലിയോലസ് എന്ന് പറയും. മലയാളത്തിൽ അതിനെ പറയുന്ന പേര് മർമ്മകം. മർമ്മകം. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിന്റെ അല്ലെങ്കിൽ മർമ്മത്തിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന സെന്റർ പോർഷൻ ആണ് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കാണുന്നത്. ഈ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മ ഭാഗത്തിന് പറയുന്ന പേരാണ് മർമ്മകം, ന്യൂക്ലിയോലസ്. ഇനി ഇതിനോട് ചേർന്ന് നമുക്ക് എന്ത് കാണാം? ചെറിയ ചെറിയ ഹോൾസ് കാണാം അല്ലെ? അപ്പൊ ഈ ഹോളുകളെ നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ പോർ എന്ന് പറയാം, ന്യൂക്ലിയോപോർസ്. അതിന്റെ മലയാളത്തിൽ പറയുന്ന പേരാണ് മർമ്മരന്ധ്രം. മർമ്മരന്ധ്രം. നമുക്കറിയാം ഈ ന്യൂക്ലിയസിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? ന്യൂക്ലിയസിന്റെ പ്രധാന ഫംഗ്ഷൻ കോശ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണമാണ്. എല്ലാ കോശത്തിന്റെയും നിയന്ത്രണം നടത്തുന്നത് ആരാണ്? കോശമർമ്മമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണത്തിന് സഹായിക്കുന്ന 2 തരം ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ട്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിക് ആസിഡ് നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം അല്ലെ? അപ്പൊ ഈ ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ന്യൂക്ലിയസിന്റെ കൺട്രോളിൽ നിന്നാണ്. ഇങ്ങനെ ന്യൂക്ലിയസിന്റെ കൺട്രോൾ അനുസരിച്ച് ആണ് നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻ സിന്തസിസ് നടക്കുക. അതുപോലെ തന്നെയുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും നടക്കുക എന്തിന്റെ കൺട്രോളിലാണ്? നമ്മൾ ഈ പറഞ്ഞ ന്യൂക്ലിയസിന്റെ കൺട്രോളിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ കോശ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? കോശമർമ്മമാണ്. ഈ കോശമർമ്മം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ് കോശമർമ്മം കണ്ടെത്തിയത്. കോശമർമ്മം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ഇനി മർമ്മത്തെ ആവരണം ചെയ്ത് ഇവിടെ ഒരു പാളി കാണാം. 2 സ്തരങ്ങളുള്ള അല്ലെങ്കിൽ 2 പാളികളുള്ള ഒരു സ്തരം കാണാം. അതിനെ പറയുന്ന പേരാണ് മർമ്മസ്തരം, ന്യൂക്ലിയർ മെംബ്രെയിൻ. മർമ്മത്തിനെ കവർ ചെയ്ത് കാണുന്ന സ്ഥലം മർമ്മസ്തരം. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കും പദാർത്ഥങ്ങളെ, പ്രത്യേകിച്ച് DNA പോലെയുള്ള പദാർത്ഥങ്ങളെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കടത്തിവിടുന്ന ഹോൾസ് ആണ് മർമ്മരന്ധ്രങ്ങൾ. ഹോളുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, പോറുകളാണ് മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. ഇനി ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മത്തിന്റെ ഭാഗമാണ് മർമ്മകം. മർമ്മകം.
ഇനി റൈബോസോം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന മർമ്മത്തിന്റെ ഭാഗമാണ് മർമ്മം. അപ്പൊ റൈബോസോം നിർമ്മിക്കുക. റൈബോസോം എന്താണെന്ന് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കത് ഒന്നുകൂടി കാണാം. സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ റൈബോസോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെല്ലിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗത്തിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? സൈറ്റോപ്ലാസം എന്ന് വിളിച്ചു അല്ലെ? കോശദ്രവ്യം. അതുപോലെ മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗത്തിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? മർമ്മദ്രവ്യം. മർമ്മദ്രവ്യം. ഇംഗ്ലീഷിലാണെങ്കിൽ എന്ത് പേര് വിളിക്കും? ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കും. ഇനി ഈ മർമ്മദ്രവ്യത്തിന്റെ ഉള്ളില് നമ്മൾ വല വിരിച്ചതുപോലെ കെട്ടുപണിഞ്ഞു കിടക്കുന്ന ഒരു ശൃംഖല കാണാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രോമാറ്റിൻ റെറ്റിക്കുലം. ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന വലക്കണ്ണികൾ പോലെ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ്. ഇനി കോശങ്ങളെ വിഭജിക്കുന്ന സമയമാകുമ്പോൾ മാത്രമാണ് ഈ ക്രോമാറ്റിൻ ജാലിക കൂടിച്ചേർന്ന് ഒരു സോളിഡ് സ്ട്രക്ചർ ആയിട്ട് മാറാം. അങ്ങനെ സോളിഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമസോം. ഓക്കെ, ഇപ്പൊ ക്രോമാറ്റിൻ ജാലിക കോശ വിഭജന സമയത്ത് കണ്ടൻസ് ചെയ്ത് ഒരു സോളിഡ് സ്ട്രക്ചർ ആയിട്ട് മാറുമ്പോൾ നമ്മൾ അതിനെ ക്രോമസോം എന്നാണ് വിളിക്കുക. പറഞ്ഞത് ക്ലിയർ ആണോ? ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സാധാരണ നൂല് തയ്ക്കാനൊക്കെ നൂലിങ്ങനെ നമുക്ക് കെട്ടായിട്ട് കിട്ടുമല്ലോ. അങ്ങനെ കെട്ടായിട്ട് നമുക്ക് ആ നൂല് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അഴിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ അഴിഞ്ഞ് കിടക്കുന്ന ഫോമിലാണെങ്കിൽ നമ്മൾ ക്രോമാറ്റിൻ ജാലിക എന്ന് പറയും. കെട്ടുപണിഞ്ഞ് ഇങ്ങനെ ഭയങ്കര സോളിഡ് സ്ട്രക്ചറിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ ക്രോമസോം എന്ന് പറയും. അപ്പൊ ക്രോമാറ്റിൻ ജാലിക എപ്പോഴാണ് ക്രോമസോം ആയിട്ട് മാറുക? ക്രോമാറ്റിൻ ജാലിക എപ്പോ മാത്രമേ ക്രോമസോം ആയിട്ട് മാറുള്ളൂ? കോശ വിഭജനത്തിന്റെ സമയത്ത് മാത്രമേ അങ്ങനെ മാറുള്ളൂ. ഓക്കെ, ഇനി മനുഷ്യ ശരീരത്തില് ഏറ്റവും പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ള കോശത്തിന്റെ ആകൃതിനെ പറയുന്ന പേരാണ് സ്കൂട്ടോയിഡ്. സ്കൂട്ടോയിഡ് ആകൃതിയാണ് പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ള കോശത്തിന്റെ ആകൃതി. ഇനി എല്ലാ കോശങ്ങൾക്കും വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ടായിക്കോളും നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. ഇപ്പൊ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്കോപ്ലാസ്മ ഇങ്ങനെയുള്ള ജീവികൾക്കൊന്നും വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ ഇവരൊക്കെ ഏകകോശ ജീവികൾ തന്നെയാണ്. അങ്ങനെ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെ പറയുന്ന പേരാണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ. ഇംഗ്ലീഷിലാണ് ഈ പ്രോകാരിയോട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെ വിളിക്കുന്ന പേരാണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ. അപ്പൊ വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ നമുക്ക് അവർ വേറെ പേരിട്ട് വിളിക്കുന്നല്ലോ. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് യൂകാരിയോട്ടിക് കോശങ്ങൾ. യൂകാരിയോട്ടിക് കോശങ്ങൾ. പ്രോകാരിയോട്ടുകളും യൂകാരിയോട്ടുകളും. ക്ലിയർ ആണോ? പ്രോകാരിയോട്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയായിരിക്കും? ബാക്ടീരിയ ഒരു എക്സാമ്പിൾ ആണ്, സയനോ ബാക്ടീരിയ ഒരു എക്സാമ്പിൾ ആണ്, മൈക്കോപ്ലാസ്മ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവർക്കൊക്കെ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ അവരെ എന്ത് പേരിട്ട് വിളിക്കും? പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് വിളിക്കും. ഇനി വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള, ന്യൂക്ലിയസിനെ കവർ ചെയ്ത് സ്ഥലമുള്ള, അങ്ങനെയുള്ള വ്യക്തമായ ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് യൂകാരിയോട്ടിക് കോശങ്ങൾ. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോ പഠിച്ച ജന്തുകോശവും സസ്യകോശവും. അതിന് വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനെ കവർ ചെയ്ത സ്ഥലങ്ങളുണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്. അങ്ങനെ എല്ലാ ഭാഗങ്ങളും വളരെ ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തമായ ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് യൂകാരിയോട്ടിക് കോശങ്ങൾ. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി ചില സെല്ലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെല്ലിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസുകളെ കാണാൻ പറ്റും. അങ്ങനെയുള്ള കോശങ്ങളെ പറയുന്ന പേരാണ് സീനോസൈറ്റുകൾ അഥവാ ബഹുന്യൂക്ലിയർ കോശങ്ങൾ. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഈ സീനോസൈറ്റുകൾ, അതായത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളെ കാണാം. അത് കാണപ്പെടുന്നത് നമ്മുടെ അസ്ഥികളിലെ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്ന കോശങ്ങളിലാണ്. ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്ന കോശങ്ങൾ എന്തിന് എക്സാമ്പിൾ ആണ്? സീനോസൈറ്റുകൾ അല്ലെങ്കിൽ ബഹുന്യൂക്ലിയർ കോശങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി ശരീരം ഇപ്പൊ കാണുന്ന പോലെ വളരെ ഫിക്സഡ് ആയിട്ട് വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും?
ഓരോ കോശങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, ക്രമീകൃതമായിട്ട്, നിയന്ത്രിതമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ശരീരം ഇങ്ങനെ വളരെ നോർമലായിട്ട് പോകുന്നത്. ഇങ്ങനെ ശരീരത്തിനെ നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 തരം ന്യൂക്ലിക് ആസിഡുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ന്യൂക്ലിക് ആസിഡുകളുടെ പേരുകളൊന്ന് നോക്കാം നമുക്ക്. DNA എന്ന് വെച്ചാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതുപോലെ തന്നെ അടുത്ത ആളാണ് RNA, റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. DNAയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയേ. പാരമ്പര്യ സ്വഭാവ പ്രേക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കുട്ടികളിലേക്ക് പാസ് ചെയ്യുക. ആ ഫംഗ്ഷൻ, പാരമ്പര്യ സ്വഭാവ പ്രേക്ഷണം നടത്തുന്ന ന്യൂക്ലിക് ആസിഡ് ആണ് DNA. അതേസമയം RNAയുടെ ഫംഗ്ഷൻ ആണ് മാംസ്യ സംശ്ലേഷണം. എന്താ മാംസ്യം എന്ന് വെച്ചാൽ പ്രോട്ടീൻ ആണ് മാംസ്യം. അപ്പൊ പ്രോട്ടീൻ സിന്തസിസ്, മാംസ്യ സംശ്ലേഷണമാണ് ആരുടെ ഫംഗ്ഷൻ? RNAയുടെ ഫംഗ്ഷൻ. അപ്പൊ 2 തരം ന്യൂക്ലിക് ആസിഡുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഏതൊക്കെയാണ്? DNA ഉണ്ട്, RNA ഉണ്ട്. ഇനി എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നോക്കിയേ. അപ്പൊ ഇതാണ് നമ്മുടെ സെല്ലിലെ ഒരു ഏകദേശം ഒരു ലുക്ക് വരച്ചിരിക്കുന്നത്. നോക്കാം. ഇതിന് സെന്ററിൽ കാണപ്പെടുന്ന ഈ ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഉള്ളിലെ നമ്മൾ പറഞ്ഞു ക്രോമാറ്റിൻ ജാലിക, അത് വിഭജിക്കുന്ന സമയത്ത്, കോശം വിഭജിക്കുന്ന സമയത്ത് കൂടി ചേർന്ന് ഇങ്ങനെ വളരെ സോളിഡ് ഷേപ്പിൽ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമസോം. ഈ ക്രോമസോമിന്റെ ഉള്ളിലാണ് എന്തിനെ കാണാം? നമുക്ക് DNA കാണാം. DNA കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ DNA എന്ന് പറയുന്നത് അതിന്റെ സിംഗിൾ യൂണിറ്റ് ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ക്രോമസോമിന്റെ ഉള്ളിൽ നമുക്ക് ഇതിനെ കാണാം, DNA കാണാം. ഇനി DNA ഉണ്ടാക്കിയിരിക്കുന്നത്, DNA ആയാലും RNA ആയാലും ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിൽ നിന്നാണ്. ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ കൊണ്ടാണ് DNA ആയാലും RNA ആയാലും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ 2 സ്ട്രാൻഡുകളുള്ള, 2 ഇഴകളുള്ള ഈ സ്ട്രക്ചറാണ് DNAയുടേത്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിന്റേത്. അതേസമയം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒറ്റ ഇഴയുള്ള ഈ ഒരു സ്ട്രക്ചറാണ് RNAയുടേത്. ഓക്കെ, ഇപ്പൊ DNA, RNA പ്രത്യക്ഷത്തിൽ ഉള്ള ഒന്നാമത്തെ വ്യത്യാസം എന്താണ്? DNAക്ക് 2 ഇഴകളുണ്ട്, RNAക്ക് ഒരൊറ്റ ഇഴ മാത്രമേ ഉള്ളൂ. രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് തന്നെയാണ്? ഷുഗർ ഫോസ്ഫേറ്റ് ബേസ് കൊണ്ടാണ്. ഈ ഒരു ഹെലിക്കൽ ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ ഫോസ്ഫേറ്റും കൊണ്ടാണ്. ഇനി ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കുറച്ച് പേരുകളൊക്കെ കാണാം. അത് നൈട്രജൻ ബേസുകളുടെ പേരാണ്. DNAയില് 4 ടൈപ്പ് നൈട്രജൻ ബേസുകളാണ് നമുക്ക് കാണാം. സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ. അതേസമയം RNAയിൽ വന്നു കഴിഞ്ഞാൽ ആകെ ഇവിടെ ഒരാൾക്ക് മാത്രമേ വ്യത്യാസം. നോക്കിയേ, തൈമിന് പകരം ഇവിടെ ആര് വന്നു? റാസിൽ വന്നു. വേറെ വ്യത്യാസമൊന്നും. ഇപ്പൊ നൈട്രജൻ ബേസുകളിൽ ചെറിയൊരു ചേഞ്ച് വന്നു. ഇനി ഈ 2 എണ്ണവും ഫോം ചെയ്തിരിക്കുന്ന ഷുഗറിന്റെ പേരിലും ചെറിയൊരു വ്യത്യാസം. DNA അതിന്റെ ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോ അല്ലെ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ഇതിലെടുത്തിരിക്കുന്ന ഷുഗറിന്റെ പേര് എന്തായിരിക്കും? ഡിയോക്സി റൈബോസ് ഷുഗർ എന്നായിരിക്കും. DNAയിലെ ഷുഗറിന്റെ പേരാണ് ഡിയോക്സി റൈബോസ് ഷുഗർ. അപ്പൊ RNA റൈബോ ന്യൂക്ലിക് ആസിഡ്, അതിലെ ഷുഗറിന്റെ പേര് എന്തായിരിക്കും? റൈബോസ് ഷുഗർ എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട DNA, RNA തമ്മിലുള്ള വ്യത്യാസം. DNAയുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? പാരമ്പര്യ സ്വഭാവ പ്രേക്ഷണമാണ് DNAയുടെ ഫംഗ്ഷൻ. RNAയുടെ ഫംഗ്ഷൻ എന്താണ്? മാംസ്യ സംശ്ലേഷണം, പ്രോട്ടീൻ സിന്തസിസ് ആണ് ആരുടെ ഫംഗ്ഷൻ? RNAയുടെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇതുവരെ ഉള്ളത് ക്ലിയർ ആണോ? ഇതുവരെ ഉള്ളത് ക്ലിയർ ആണോ? നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത സെക്ഷനിലേക്ക് കിടക്കട്ടെ. നമ്മൾ പറഞ്ഞു നിർത്തിയത് ന്യൂക്ലിയസ്, കോശാംഗങ്ങൾ തുടങ്ങാം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അടുത്ത് നമുക്ക് പറയാനുള്ളത് കോശാംഗങ്ങളാണ്. കോശാംഗങ്ങൾ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി
നമ്മുടെ കോശത്തിനകത്ത് കാണപ്പെടുന്ന സവിശേഷമായ ഘടകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോശാംഗങ്ങൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ പല പല ഫങ്ഷൻസ് ചെയ്യാനുണ്ടാവും. അത് ചെയ്യാനായിട്ട് നിർത്തിയിരിക്കുന്ന ഘടകങ്ങളെയാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ ഭാഗമാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ഒരു ഓറഞ്ചിന്റെ ഷേപ്പ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് മൈറ്റോകോൺട്രിയ. നമ്മുടെ ശരീരത്തില് ഓക്സിജനെയും അതുപോലെ തന്നെ പോഷക ഘടകങ്ങളെയൊക്കെ ഉപയോഗിച്ച് ഊർജമുണ്ടാക്കുന്ന ഊർജോൽപാദന കേന്ദ്രമാണ് മൈറ്റോകോൺട്രിയ. ഇവിടെ ഊർജം സംഭരിച്ചു വെക്കുന്നത്, എനർജി സംഭരിച്ചു വെക്കുന്നത് ATP മോളിക്യൂൾസ് ആയിട്ടാണ്. ATPയുടെ ഫുൾ ഫോം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ജീവപ്രക്രിയയ്ക്കും ഊർജം ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിൽ നിന്നാണ്, ATPയിൽ നിന്നാണ്. ഈ ATP ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? ഓക്സിജനെയും അതുപോലെ തന്നെ പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മൈറ്റോകോൺട്രിയ മാറ്റും. ഈ ഊർജം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ATP എന്ന ഫോമിൽ. ഇപ്പോ ഊർജ കറൻസി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതായിരിക്കും? ATP ആയിരിക്കും. ഊർജ കറൻസി എന്നറിയപ്പെടുന്നത് ATP ആയിരിക്കും. ഇങ്ങനെ ATP സംശ്ലേഷണം ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് മൈറ്റോകോൺട്രിയക്കകത്താണ്. ഏറ്റവും കൂടുതൽ ATP സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ ATP ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ATP ബ്രേക്ക് ചെയ്ത് ആവശ്യത്തിന് എനർജി കൊടുക്കുന്ന പ്രോസസ്, അതാണ് ATP സംശ്ലേഷണം. അത് നടക്കുന്നത് എവിടെയായിരിക്കും? മൈറ്റോകോൺട്രിയയിൽ വെച്ചായിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി വേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാ? നോക്കിയേ, കരളിന് എനർജി വേണം, തലച്ചോറിന് വേണം, അതുപോലെ തന്നെ നമ്മുടെ പേശികൾക്ക്, നമ്മുടെ മസിൽസിന് വേണം. അപ്പൊ ഇങ്ങനെയുള്ള കരള്, തലച്ചോറ്, പേശി ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയയുടെ ഒരു ഷേപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, ഒരു 2 ലെയറുള്ള സ്തരങ്ങള് നമുക്കിവിടെ കാണാം. 2 പാളിയുള്ള സ്തരമാണ് ഇതിനുള്ളത്. അതിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമായ ഒരു ഭാഗമാണ് അല്ലെ. ഈ ദ്രാവക ഭാഗത്തിന് പറയുന്ന പേരാണ് മെട്രിക്സ്. ഇവിടെ എഴുതിയിട്ടുണ്ട് മെട്രിക്സ്. ദ്രാവക ഭാഗത്തിന് പറയുന്ന പേരാണ് മെട്രിക്സ്. ഇനി ഈ സ്തരത്തിന്റെ ഉൾഭാഗത്തെ സ്തരം നോക്കിയേ, ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുകളായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കാണും. ഈ വളഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെ പറയുന്ന പേരാണ് ക്രിസ്റ്റേ. ക്രിസ്റ്റേ. അപ്പൊ ഇതിലെ ദ്രാവക ഭാഗത്തിനെ പറയുന്ന പേരാണ് മെട്രിക്സ്, ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റേ. ഇനി ഇതിന്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ, ക്രിസ്റ്റയുടെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഈ ടെന്നീസ് റാക്കറ്റിന്റെ പോലത്തെ ഷേപ്പുകളില് ഇതിനുള്ളിൽ കുറച്ച് സ്ട്രക്ചറുകൾ കാണാം. അതിന് പറയുന്ന പേരാണ് F0F1 കോംപ്ലക്സ്. ഈ F0F1 കോംപ്ലക്സ് ആണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇതിനുള്ളിൽ എന്തുണ്ട്? DNA കാണാം, പിന്നെ അതുപോലെ തന്നെ റൈബോസോമുകളെയും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. നോക്കിയേ, മൈറ്റോകോൺട്രിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് മെട്രിക്സ്. ദ്രാവക ഭാഗത്തിന് പറയുന്ന പേര് മെട്രിക്സ്. ഇനി മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൽ നിന്നും മെട്രിക്സിലേക്ക് നീണ്ടു നിൽക്കുന്ന മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റേ. ക്രിസ്റ്റേ എന്നാണ് മടക്കുകളെ പറയുന്ന പേര്. ഇനി മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിലും ക്രിസ്റ്റേകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ടെന്നീസ് റാക്കറ്റിന്റെ ആകൃതിയിലുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് ഓക്സിസോമുകൾ. ഓക്സിസോമുകൾ അഥവാ F0F1 കണികകൾ. അപ്പൊ F0F1 കണികകളുടെ മറ്റൊരു പേരാണ് ഓക്സിസോമുകൾ. F0F1 കണികകളുടെ മറ്റൊരു പേരാണ് ഓക്സിസോമുകൾ. ഇനി ഈ ഒരു കോശാംഗത്തിന് മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചത് ഏത് ശാസ്ത്രജ്ഞനാണ്? ബെൻഡ എന്ന ശാസ്ത്രജ്ഞനാണ് മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കോശാംഗമായിട്ടുള്ള മൈറ്റോകോൺട്രിയ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. മൈറ്റോകോൺട്രിയക്ക് 2 പാളികളുള്ള സ്ഥലമാണുള്ളത്. ആന്തരസ്തരത്തിനുള്ളിൽ, അതായത് ഉള്ളിലുള്ള ഈ ഒരു സ്ഥലത്തിന്റെ ഉൾഭാഗത്തായിട്ട് നിറയെ ദ്രാവകം നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? മെട്രിക്സ് എന്ന് വിളിച്ചു. ഇനി ആന്തരസ്തരം ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വളഞ്ഞു മടക്കുകളായിട്ട് കാണാം. ആ മടക്കുകളെ വിളിച്ച പേരാണ് ക്രിസ്റ്റേ. ഈ മടക്കുകളിലും അതുപോലെ തന്നെയുള്ള ക്രിസ്റ്റേകളിലും ഒക്കെ ആയിട്ട് നമുക്ക് ടെന്നീസ് റാക്കറ്റിന്റെ ഷേപ്പിൽ കാണപ്പെടുന്ന
ചില വസ്തുക്കളെ കാണാം. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിസോമുകൾ അഥവാ F0 F1 കോംപ്ലക്സുകൾ. ഓക്കെ, അപ്പൊ മൈറ്റോകോൺട്രിയയുടെ മെയിൻ ഫംഗ്ഷൻ എന്തായിരുന്നു? ഊർജോൽപാദനമായിരുന്നു. ഓക്കെ, അപ്പൊ പവർ ഹൗസ് ഓഫ് ദ സെൽ, കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? മൈറ്റോകോൺട്രിയാണ്. കാരണം ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. മൈറ്റോകോൺട്രിയയിൽ എങ്ങനെയാണ് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഏത് ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോ ഊർജ കറൻസി എന്നറിയപ്പെടുന്നത് ആരായിരിക്കും? ഊർജ കറൻസി എന്നറിയപ്പെടുന്നത് ATP ആയിരിക്കും. ഇനി കോശത്തിനുള്ളില് പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, അന്തർദ്രവ്യ ജാലിക. അന്തർദ്രവ്യ ജാലിക. ഇപ്പൊ കോശത്തിനുള്ളിലെ സഞ്ചാര പാത എന്നറിയപ്പെടുന്ന കോശ ഭാഗമാണ്, കോശാംഗമാണ് ഏത്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. അതിന്റെ ഒരു ഷേപ്പ് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിയേ. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയുടെ ഏകദേശം ഒരു സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കാണും. ഇവിടെ അതിന്റെ പേര് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്നാണ്. ഇവിടെ അതിന്റെ പേര് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്നാണ്. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ആർക്കെങ്കിലും പറയാമോ? ATP ആണ് അവിടെ കാണുന്നത്. വ്യത്യാസം എന്തെങ്കിലും, വേറെ എന്തെങ്കിലും? നിങ്ങൾക്ക് ആ ഷേപ്പ് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇവിടെ കുറച്ച് ഇങ്ങനെ ബോൾസ് ആയിട്ട് കുറച്ച് സാധനങ്ങളെ കാണാം അല്ലെ? ബോൾസ് ഉള്ള ഭാഗത്തിന് നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വിളിച്ചു. അതുപോലെ ഇവിടെ നോക്കിയേ, ഇവിടെ അങ്ങനെ ബോളുകളൊന്നും കാണാനില്ല. ആ ബോളുകൾ ഇല്ലാത്ത ആയതുകൊണ്ട് നമ്മൾ അതിന് എന്ത് പേരിട്ട് വിളിച്ചു? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വിളിച്ചു. അപ്പൊ അവിടെ ഉള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോൾ പോലെയുള്ള സ്ട്രക്ചറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്, അതിന്റെ പേര് റൈബോസോം എന്നാണ്. റൈബോസോം നമ്മൾ നേരത്തെ കേട്ട പേരാണ് റൈബോസോം. അപ്പൊ റൈബോസോമുകൾ പറ്റി പിടിച്ചിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ആണെങ്കിൽ നമ്മൾ അതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വിളിക്കും. റൈബോസോമുകൾ ഇല്ലാത്ത ഭാഗമാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പേരിട്ട് വിളിക്കും? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വിളിക്കും. ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഫുല്ലം എന്ന സയന്റിസ്റ്റ് ആണ്, ഫുല്ലം. ഇനി കോശത്തിനുള്ളില് മാംസ്യ സംശ്ലേഷണം അഥവാ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന ഭാഗമാണ് റൈബോസോം. മാംസ്യ സംശ്ലേഷണം അഥവാ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന ഭാഗമാണ് റൈബോസോം. ഇതൊരു രണ്ട് ഹെഡ്സ് ഉള്ള, മുകൾ ഭാഗത്തൊരു ഹെഡ്, താഴ്ഭാഗത്തൊരു ഹെഡ്, അങ്ങനെ രണ്ട് ഹെഡ്സ് ആയിട്ടാണ് ഇതിന്റെ സ്ട്രക്ചർ ഇരിക്കുക. അത് കണ്ടെത്തിയത് ജോർജ് എമിൽ പലേഡ് ആണ്. റൈബോസം കണ്ടെത്തിയത് ആരാണ്? ജോർജ് എമിൽ പലേഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതിന്റെ ഒരു ഷേപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ റൈബോസോം നമ്മുടെ സെല്ലിനകത്തെ, കോശത്തിനകത്തെ അമിനോ ആസിഡുകളെ മാലയിൽ മുത്തു കോർക്കുന്നത് പോലെ കോർത്തെടുത്ത് പ്രോട്ടീനുകളാക്കി മാറ്റും. ഓക്കെ, അപ്പോ നമ്മുടെ RNAയിലുള്ള കോഡ് അനുസരിച്ച് വളരെ വ്യക്തമായിട്ട് പ്രോട്ടീനുകളെ സിന്തസൈസ് ചെയ്യുന്ന, മാംസ്യ സംശ്ലേഷണം നടത്തുന്ന നമ്മുടെ കോശത്തിലെ ഭാഗമാണ് റൈബോസോം. ക്ലിയർ ആണോ? റൈബോസോം കണ്ടെത്തിയത് ആരാണ്? ജോർജ് എമിൽ പലേഡ് ആണ് റൈബോസോം കണ്ടെത്തിയത്. ഇനി രാസാഗ്നികൾ എന്ന് പറഞ്ഞാൽ എന്താ? രാസാഗ്നികൾ എൻസൈമുകൾ, ഓക്കെ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം, ഇങ്ങനെയുള്ള കോശ സ്രവ്യങ്ങളെ ചെറിയ ചെറിയ സഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സെക്രീഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ ഗോൾഗി കോംപ്ലക്സുകൾ. അപ്പൊ ഗ്രന്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെയാണോ ഗ്രന്ഥികളുള്ളത് അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി അപ്പററ്റസ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇതിങ്ങനെ സഞ്ചിയുടെ ആകൃതിയിലാണുള്ളത്. അപ്പൊ നമ്മൾ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രേഷൻസ് ഒക്കെ ഈ സഞ്ചികളിലായിട്ട് വളരെ ഭദ്രമായിട്ട് നമുക്കവിടെ വെക്കാൻ പറ്റും.
ഓക്കെ, അപ്പോ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി അപ്പാരറ്റസ്. ഇനി അടുത്തത് ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗമാണ് ഫേനം അഥവാ വാക്യൂൾ. വാക്യൂൾ നമ്മൾ ആദ്യം പഠിച്ച ഫിഗർ നോക്കിയേ നമുക്ക് ക്ലിയർ ആവും. നോക്കിയേ, കണ്ട ഈ ഒരു വലിയ ഭാഗം ഏരിയ കവർ ചെയ്യുന്നത് വാക്യൂൾ ആണ്. ഇതിന്റെ കവറിങ് ഏറ്റവും പുറമത്തെ സ്തരത്തിന് പറയുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. ആ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സവിശേഷ സ്തരം കൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ ആണ് ഏത്? വാക്യൂൾ അഥവാ ഫേനം. ഇനി ഇതിനകത്ത് ജലം, ലവണം അതുപോലെ തന്നെ വിസർജ്യ വസ്തുക്കളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ജലം, ലവണം തുടങ്ങിയ ജലമാകാം, ലവണമാകാം, ഇനി അതല്ലെങ്കിൽ വിസർജ്യ വസ്തുക്കൾ വരെ സംഭരിച്ചു വെക്കുന്ന സ്ഥലമാണ് ഫേനം. ഇനി ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ രണ്ടെണ്ണത്തിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? സെൻട്രോസോം ഉണ്ട്, ലൈസോസോം ഉണ്ട്. ഇതെന്താന്ന് നമുക്ക് പറയാം. സെൻട്രോസോം എന്ന് പറയുന്നത് കോശ വിഭജന സമയത്ത് നമ്മൾ കണ്ട ക്രോമസോമുകളെ 2 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്പ്ലിൻഡൽ ഫൈബേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം വരും. ആ സെക്ഷൻ ഉണ്ടായി വരുന്നത് ഈ സെൻട്രോസോമിൽ നിന്നാണ്. ഈ ലൈസോസോം എന്ന് പറയുന്നത് വിഴുങ്ങി നശിപ്പിക്കാനായിട്ട്, അതായത് ഇപ്പൊ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാകുന്ന ജീവികളൊക്കെ നമ്മുടെ കോശത്തിനകത്ത് കടന്നു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രക്ചർ, ബോഡിയുടെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോശത്തിനകത്ത് കാണപ്പെടുന്ന കോശാംഗമാണ് ലൈസോസോം. അതിൻ്റെ ഉള്ളിൽ ഒരു എൻസൈം ഉണ്ട്, ലൈസോസൈം എന്ന് പറയുന്നത്. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു എൻസൈമായിട്ട് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റർ ചെയ്തിരിക്കുന്ന മൈക്രോ ഓർഗാനിസം ഡെഡ് ആയി പോകും. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിശേഷണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. കോശത്തിന്റെ മസ്തിഷ്കം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? കോശ മസ്തിഷ്കം ന്യൂക്ലിയസ് ആണ്. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. കോശത്തിന്റെ അസ്ഥികൂടം, കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് ആരാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലികയാണ്. ഇനി ആത്മഹത്യാ സഞ്ചികൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബാഗ് അല്ലെങ്കിൽ ഡെമോളിഷൻ സ്ക്വാഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ലൈസോസോം ആണ്. കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ആരാണ്? ATP ആണ്. കോശത്തിന്റെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോൾഗി കോംപ്ലക്സ് ആണ്. കോശത്തിൽ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രോട്ടീനുകളാണ്. പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രോട്ടീനുകളാണ്. ഓക്കെ, ഇനി കോശ വിഭജനത്തിലെ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. അപ്പൊ കോശ വിഭജന സമയത്താണ് സെൻട്രോസോമിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഇനി കോശത്തിനുള്ളില് പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ, ഡൈജസ്റ്റീവ് എൻസൈമുകൾ അടങ്ങിയിരിക്കുന്ന കോശത്തിന്റെ കോശാംഗമാണ് ലൈസോസോം. അപ്പൊ ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് ലൈസോസോം. ഇനി ലൈസോസോമുകൾ ചില സമയത്ത് ചെറിയൊരു തെറ്റ് പറ്റിയിട്ട് ആ കോശത്തിനെ തന്നെ എന്ത് ചെയ്യാം? നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ? അതിൻ്റെ ഉള്ളിലുള്ള കോശാംഗങ്ങളെയൊക്കെ ഈ പറഞ്ഞ ദഹനരസം പുറപ്പെടുവിച്ച് നശിപ്പിക്കാം. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓട്ടോഫാഗി. ഓട്ടോ എന്ന് വെച്ചാൽ സ്വന്തമായി, ഫാഗി എന്ന് വെച്ചാൽ വിഴുങ്ങുക, സ്വന്തമായിട്ട് വിഴുങ്ങി നശിപ്പിക്കുക, ഓട്ടോഫാഗി. അപ്പോൾ ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റു കോശാംഗങ്ങളെ നശിപ്പിക്കുന്ന പരിപാടിനെ പറയുന്ന പേരാണ് ഓട്ടോഫാഗി. ഇനി ലൈസോസോം കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്റ്റ്യൻ ഡി ഡ്യൂ ആണ് ലൈസോസോം കണ്ടെത്തിയത്. ലൈസോസോം കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഡി ഡ്യൂ ആണ്. ഇനി കോശങ്ങളിൽ, സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതരം കോശാംഗങ്ങളാണ് പ്ലാസ്റ്റിഡുകൾ അഥവാ ജൈവ കണങ്ങൾ, പ്ലാസ്റ്റിഡുകൾ. ഇനി കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് ആരാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ സെക്ഷൻസ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു വായിച്ചു നോക്കാം. ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ,
ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയാമോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോന്ന്? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. ഇല്ലെങ്കിൽ അടുത്തൊരു ചെറിയൊരു സെക്ഷൻ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കോശവിഭജനമാണ്. കോശവിഭജനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു കോശം ഡിവൈഡ് ചെയ്ത് പുതിയൊരു കോശം ഉണ്ടാവുന്ന പ്രക്രിയ. അപ്പൊ ഒരു വിഭജനം മുതൽ അടുത്ത വിഭജനം വരെ ഓരോ കോശവും വിധേയമാകുന്ന മാറ്റങ്ങളെ നമ്മൾ ഒന്നിച്ച് പറയുന്ന പേരാണ് കോശചക്രം അഥവാ സെൽ സൈക്കിൾ. അപ്പൊ ഒരു പുതിയ സെല്ലുണ്ടായി, ആ സെല്ല് ഡിവൈഡ് ചെയ്ത് മറ്റൊരു സെല്ല് ഉണ്ടാവുകയാണ്. ആ സെല്ല് ഡിവൈഡ് ചെയ്ത് വീണ്ടും അടുത്ത സെല്ല് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു വിഭജനം മുതൽ അടുത്ത വിഭജനം വരെ ഓരോ കോശവും വിധേയമാകുന്ന മാറ്റങ്ങളെ പൊതുവെ പറയുന്ന പേരാണ് കോശചക്രം. കോശചക്രം. ഇനി കോശവിഭജനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പുത്രി കോശങ്ങൾ ഉണ്ടാകുന്ന പുതിയ കോശങ്ങൾ ഉണ്ടല്ലോ, ഡോട്ടർ സെൽസ് അല്ലെങ്കിൽ പുത്രി കോശങ്ങൾ എന്നാണ് അവരെ വിളിക്കുക. പുത്രികാ കോശങ്ങൾ. കോശങ്ങൾ വിഭജിച്ചുണ്ടാവുന്ന പുതിയ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് പുത്രികാ കോശങ്ങൾ അഥവാ ഡോട്ടർ സെൽസ്. ഇനി നമുക്ക് പ്രോകാരിയോട്ടുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സെല്ല് മാത്രമുള്ള, ഒരൊറ്റ കോശം മാത്രമുള്ള പ്രോകാരിയോട്ടുകളിൽ കാണപ്പെടുന്ന കോശവിഭജനത്തിനെ പറയുന്ന പേരാണ് ദ്വിവിഭജനം. ബൈനറി ഫിഷൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ബൈനറി ഫിഷൻ, ദ്വിവിഭജനം. എവിടെ മാത്രം കാണുള്ളത്? പ്രോകാരിയോട്ടുകളിൽ എന്ന് പറഞ്ഞാൽ ഏകകോശ ജീവികളിൽ മാത്രമേ എന്ത് കാണുള്ളൂ? ദ്വിവിഭജനം കാണുള്ളൂ. പിന്നെ പ്രോകാരിയോട്ടുകളുടെ വേറെ പ്രത്യേകത എന്താ പറഞ്ഞത്? അവർക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ ഈ രണ്ട് പ്രത്യേകതയുള്ള പ്രോകാരിയോട്ടുകളിൽ കാണപ്പെടുന്ന കോശ വിഭജനത്തിന് പറയുന്ന പേരാണ് ദ്വിവിഭജനം, ബൈനറി ഫിഷൻ. അതേസമയം നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള എല്ലാ കോശാംഗങ്ങളും വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള യൂകാരിയോട്ടുകളിൽ കാണപ്പെടുന്ന കോശ വിഭജനത്തിൽ രണ്ട് ടൈപ്പ് കാണാം. ഏതൊക്കെ ടൈപ്പുകളാണ്? ക്രമഭംഗം, അതുപോലെ തന്നെ ഊനഭംഗം. ക്രമഭംഗം എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് മൈറ്റോസിസ്. ക്രമഭംഗത്തിന്റെ ഇംഗ്ലീഷ് വാക്കാണ് മൈറ്റോസിസ്. ഇത് എവിടെ മാത്രമേ നടക്കുള്ളൂ? ശരീരത്തിലെ കോശങ്ങളിൽ മാത്രം നടക്കുന്ന കോശ വിഭജനമാണ് ക്രമഭംഗം. അതേസമയം സെക്സ് ഓർഗൻസിൽ കാണപ്പെടുന്ന ഇപ്പൊ ഓവം, സ്പേം ഇങ്ങനെയുള്ള സെല്ലുകളിൽ നടക്കുന്ന പ്രത്യുൽപാദന കോശങ്ങളിലെ കോശ വിഭജനത്തിന് പറയുന്ന പേരാണ് ഊനഭംഗം. അതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? മിയോസിസ്. അപ്പൊ ക്രമഭംഗം എന്ന് പറയുന്നത് ശരീരകോശങ്ങളിൽ കാണപ്പെടുന്നു. ഊനഭംഗം എന്ന് പറയുന്നത് എവിടെ കാണപ്പെടുന്നു? പ്രത്യുൽപാദന കോശങ്ങളിൽ കാണപ്പെടുന്നു. ഇനി ക്രമഭംഗത്തില് എത്ര പുത്രികാകോശങ്ങൾ ഉണ്ടാകും? ക്രമഭംഗത്തില് 2 പുത്രികാകോശങ്ങളാണ് ഉണ്ടാകുക. ഈ പുത്രികാകോശങ്ങളിലുള്ള ന്യൂക്ലിയസ് ഒക്കെ ഭയങ്കര ഡിഫൈൻഡ് തന്നെയായിരിക്കും. അതിലെ ക്രോമസോമുകളുടെ എണ്ണം ആദ്യത്തെ കോശത്തിൽ എത്ര ഉണ്ടായിരുന്നു അത്രയും തന്നെ ക്രമഭംഗത്തിലും കൃത്യമായി തന്നെ ഉണ്ട്. 23 പെയർ ക്രോമസോമുകളാണ് ഉള്ളതെങ്കിൽ ക്രമഭംഗം കഴിഞ്ഞുണ്ടാകുന്ന പുത്രികാകോശത്തിൽ അഥവാ ഡോട്ടർ സെല്ലിൽ എത്ര തന്നെ ഉണ്ടാവും? 23 പെയർ തന്നെ ഉണ്ടാവും. 46 ക്രോമസോമാണ് ആദ്യത്തെ കോശത്തിൽ ഉണ്ടായ, അത് മൈറ്റോസിസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ക്രമഭംഗം കഴിഞ്ഞുണ്ടാകുന്ന ഡോട്ടർ സെൽ അഥവാ പുത്രികാകോശങ്ങളിൽ എത്ര ക്രോമസോം ഉണ്ടാവും? 46 തന്നെ ഉണ്ടാവും. ഓക്കെ. അതേസമയം ഊനഭംഗം അഥവാ മിയോസിസ്, ഇവിടെ ഉണ്ടാകുന്ന പുത്രികാകോശങ്ങളുടെ എണ്ണം 4 ഇവിടെ ക്രോമസോമുകളുടെ എണ്ണം പകുതിയായിട്ട് ചുരുങ്ങും. അപ്പം 23 പെയറാണ് നമ്മൾ ഊനഭംഗത്തില് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ പുത്രികാകോശങ്ങൾ എത്ര ഉണ്ടാവുള്ളൂ? 23 പെയർ എന്നുള്ളതിന് പകരം ആകെ 23 എണ്ണമായിട്ട് ചുരുങ്ങും. ഓക്കെ. ഇനി ജന്തുകോശങ്ങളിലെ ക്രമഭംഗം ആദ്യമായിട്ട് നിരീക്ഷിച്ച സയന്റിസ്റ്റ് ആണ് ഫ്ലെമിംഗ്. അതേസമയം സസ്യകോശങ്ങളിൽ അത് നിരീക്ഷിച്ചത് സ്ട്രാസ്ബർഗർ ആണ്. സസ്യകോശങ്ങൾ നിരീക്ഷിച്ചത് സ്ട്രാസ്ബർഗർ ആണ്. യൂകാരിയോട്ടുകളിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാകോശങ്ങളായി മാറുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ്
ക്രമഭംഗം. ഇനി കോശ വിഭജനത്തിന് തയ്യാറെടുക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതിനെ നമ്മൾ ഇന്റർഫേസ് എന്ന് വിളിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമുക്ക് ഓടിപ്പോയി കോശ വിഭജനം നടത്താൻ പറ്റില്ല. അതിന് കൃത്യമായ ഒരു തയ്യാറെടുപ്പ് വേണം. അങ്ങനെ തയ്യാറെടുക്കുന്ന ഘട്ടത്തിനെ പറയുന്ന പേരാണ് ഇന്റർഫേസ്. ഇന്റർഫേസ് കഴിഞ്ഞ ഉടനെ അതിന് തൊട്ട് പിന്നികൂടെ എന്ത് നടക്കും? കോശ വിഭജന ഘട്ടം നടക്കും. ഈ കോശ വിഭജന ഘട്ടത്തില് നടക്കുന്ന മാറ്റങ്ങൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. ഒന്ന്, ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും. ന്യൂക്ലിയസിന്റെ വിഭജനം. അതുപോലെ തന്നെ എന്തും ഡിവൈഡ് ചെയ്യണം? എല്ലാ സെൽ ഓർഗനൽസും, എല്ലാ കോശാംഗങ്ങളും ഡിവൈഡ് ചെയ്ത് പുതിയ സെല്ലിലേക്ക് കൊടുക്കണ്ടേ? അപ്പൊ കോശദ്രവ്യത്തിന്റെ വിഭജനം നടക്കണം. അപ്പൊ കോശ വിഭജനം പ്രധാനമായിട്ട് രണ്ട് ഘട്ടങ്ങളിലാണ് നടക്കുക. ആദ്യത്തെ ഘട്ടം ന്യൂക്ലിയസിന്റെ വിഭജനം, രണ്ടാമത്തെ ഘട്ടം കോശദ്രവ്യത്തിന്റെ വിഭജനം. ഓക്കെ, അപ്പൊ ആദ്യം ന്യൂക്ലിയസിന്റെ വിഭജനം നടക്കണം. അതിനുശേഷം കോശദ്രവ്യം ഒരുപോലെ വിഭജിക്കപ്പെടണം. ഈ ന്യൂക്ലിയസിന്റെ വിഭജനം എന്ന് പറയുന്നത് 4 ഘട്ടങ്ങളിൽ കൂടെയാണ് നടക്കുക. ആ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, പ്രോഫേസ്, മെറ്റാഫേസ്, ടീലോഫേസ്, അനാഫേസ് എന്നൊക്കെ പറഞ്ഞ 4 ഘട്ടങ്ങളാണ് നമുക്കുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ചോദിക്കാം. ഏതെങ്കിലും ഒന്നുകൂടി പറയണോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മൾ കുറെ പുതിയ ടേമുകൾ പഠിച്ചു, കുറെ പുതിയ സയന്റിസ്റ്റുകളുടെ പേര് പഠിച്ചു, കുറെ ആയി എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു കുഞ്ഞു ഭാഗത്താണ് നമ്മൾ നിൽക്കണേ. അത് ഒന്നും ആയിട്ടില്ല. എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഏതെങ്കിലും ഭാഗം റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു 15 മിനിറ്റ് സമയം കൂടി ഉണ്ട്, ചോദിക്കാം. ഇന്നെടുത്തത് വളരെ സ്പീഡ് കൂടിപ്പോയോ? ഇല്ല, ഓക്കെയാണ്. ക്ലിയർ ആണെന്ന് വിചാരിച്ചോട്ടെ. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നാളെ നിങ്ങൾക്ക് കെമിസ്ട്രി ക്ലാസ് ആയിരിക്കും. മറ്റന്ന്